ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിസ്കോസിറ്റി വരെ ഉള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് ക്വസ്റ്റ്യനും ഈ ഒരു ഏരിയയിൽ നിന്ന് വരാറുള്ളതാണ്. ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ഉള്ളത്. ഒന്ന് ഐഡിയൽ ഫ്ലൂയിഡ്, നെക്സ്റ്റ് റിയൽ ഫ്ലൂയിഡ്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഇതിൽ ഐഡിയൽ ഫ്ലൂയിഡ്, റിയൽ ഫ്ലൂയിഡ്, ബാക്കി മൂന്നും റിയൽ ഫ്ലൂയിഡിൽ വരുന്നത് തന്നെയാണ് ഈ താഴെയുള്ള മൂന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് ഓരോ ടൈപ്പ് ഫ്ലൂയിഡും, എന്താണ് അതിന്റെയൊക്കെ പ്രോപ്പർട്ടീസ്, ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടത്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തത് ഐഡിയൽ ഫ്ലൂയിഡ്. എന്താണ് ഐഡിയൽ ഫ്ലൂയിഡ്? ഇൻവിസിഡ് ഫ്ലൂയിഡ്സ് അതായത് നോ വിസ്കോസിറ്റി ഫ്ലൂയിഡ് വിച്ച് ഈസ് ഇൻകംപ്രസിബിൾ ആൻഡ് ഈസ് ഹാവിംഗ് നോ വിസ്കോസിറ്റി ഈസ് നോൺ ആസ് ഐഡിയൽ ഫ്ലൂയിഡ്. ഇൻവിസിഡ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് മ്യൂ 0 ആയിരിക്കും, ടോ 0 ആയിരിക്കും, നോ റെസിസ്റ്റൻസ് ടു മോഷൻ. അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡിയൽ ഫ്ലൂയിഡ്. എല്ലാം കൊണ്ടും ഐഡിയൽ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ്. വിസ്കോസിറ്റി 0 ആയിരിക്കും, ഇൻകംപ്രസിബിൾ ആയിരിക്കും, ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡിയൽ ഫ്ലൂയിഡ്. ഇത് അങ്ങനെയുള്ള ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യില്ല, റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഐഡിയൽ ഫ്ലൂയിഡ് എപ്പോഴും ഇമാജിനറി ഫ്ലൂയിഡ് ആയിരിക്കും. ഐഡിയലിന്റെ എല്ലാ കേസും പോലെ തന്നെ അതൊരു ഇമാജിനറി കൺസെപ്റ്റ് ആണ്. അങ്ങനെ ഒരു ഫ്ലൂയിഡ് ഇല്ല. ഓക്കെ, റിയൽ ലൈഫിൽ നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഇല്ല. ഓക്കെ, ഇനി ഈ നമ്മളൊരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഷിയർ സ്ട്രെസ്, ടോ വെലോസിറ്റി ഗ്രേഡിയന്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനിന് ടോ y ആക്സിസിലും വെലോസിറ്റി ഗ്രേഡിയന്റ് x ആക്സിസിലുള്ള ഒരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ എന്താണ്? ഐഡിയൽ ഫ്ലൂയിഡിന്റെ കേസിൽ മ്യൂ ഈസ് ഈക്വൽ ടു 0 ആണ്. മ്യൂ 0. അപ്പൊ ഐഡിയൽ ഫ്ലൂയിഡിന്റെ കേസിൽ ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മ്യൂ ഈസ് ഈക്വൽ ടു 0. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും അല്ലെ? നമുക്കറിയാം ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. ഓക്കെ, ആ സ്ലോപ്പ് 0 ആണെങ്കിൽ ആ ലൈൻ എങ്ങനെയായിരിക്കും? എക്സ് ആക്സിസിലൂടെ വരക്കുന്ന ലൈനിനായിരിക്കും ഐഡിയൽ ഫ്ലൂയിഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് എന്ത്? ഐഡിയൽ ഫ്ലൂയിഡിന്റെ റെപ്രസെന്റേഷൻ. ഷിയർ സ്ട്രെസ് y ആക്സിസിലും വെലോസിറ്റി ഗ്രേഡിയന്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിന് എക്സ് ആക്സിസിലും വരക്കുന്ന ഒരു ഗ്രാഫിൽ ഐഡിയൽ ഫ്ലൂയിഡിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും? ഇതായിരിക്കും. ഈ എക്സ് ആക്സിസിലുള്ള ഈ ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡിയൽ ഫ്ലൂയിഡിന്റെ റെപ്രസെന്റേഷൻ അല്ലെ ഐഡിയൽ ഫ്ലൂയിഡിന്റെ ലൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഐഡിയൽ ഫ്ലൂയിഡ് ഐഡിയൽ മാത്രമാണ്, ഇമാജിനറി ആണ്, അത് എന്തല്ല റിയൽ ലൈഫിലില്ല. ഇനി നെക്സ്റ്റ് റിയൽ ഫ്ലൂയിഡ്. ഐഡിയൽ അല്ലാത്ത അല്ലെങ്കിൽ എല്ലാ ഫ്ലൂയിഡ്സും വരുന്നതാണ് എന്ത്? റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് ഫ്ലൂയിഡ്സ് വിച്ച് പൊസസ് വിസ്കോസിറ്റി ഉള്ള എല്ലാ ഫ്ലൂയിഡിനെയും നമുക്ക് എന്ത് പറയാം? റിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. നമ്മൾ റിയൽ ലൈഫിൽ ഡീൽ ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡ്സും എന്തായിരിക്കും? റിയൽ ഫ്ലൂയിഡ്സ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഈ റിയൽ ഫ്ലൂയിഡിന്റെ ക്ലാസിഫിക്കേഷൻ. അതിനു മുന്നേ നമ്മൾ ഷിയർ സ്ട്രെസിന്റെ കേസിൽ, ടൈപ്പ് ഓഫ് ഫ്ലൂയിഡിന്റെ കേസിൽ ഷിയർ സ്ട്രെസിന്റെ ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. A ഇൻറ്റു du/dy raised to n+b. എയും ബിയും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഈ വെലോസിറ്റി ഗ്രേഡിയന്റിന്റെ ഇൻഡെക്സ് ആണ് n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ. വെലോസിറ്റി ഷിയർ സ്ട്രെസും വെലോസിറ്റി ഗ്രേഡിയന്റും തമ്മിലുള്ള ഫ്ലൂയിഡിന്റെ ജനറൽ ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു a ഇൻറ്റു du/dy raised to n+b. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ആണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡ്സിനെയും നമുക്ക് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy എന്ന് ഒബേ ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡ്സിനെയും നമുക്ക് എന്ത് പറയാം? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയാം. അതായത് a real fluid in which shear stress is directly proportional to rate of shear strain. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനറൽ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ ജനറൽ ഇക്വേഷനിൽ ഇവിടെ നോക്കുക. ജനറൽ ഇക്വേഷനിൽ എയുടെ വാല്യൂ എന്തായിരിക്കും?
എ ടേക്സ് വാല്യൂ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി, എയുടെ വാല്യൂ മ്യൂയും n ഈസ് ഈക്വൽ ടു 1ഉം ബി 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ റിലേഷൻ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ എന്ന് കിട്ടും. ഇനി ഈ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ, ഇതിനാണ് നമ്മൾ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി, ഇതിൽ സി 0 ആണ്. ഓക്കെ, അപ്പൊ y ഈസ് ഈക്വൽ ടു എം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m എന്താണ്? സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? മ്യൂ ആണ്. ഓക്കെ, അപ്പോ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ എന്തായിരിക്കും? മ്യൂ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് വേഴ്സസ് വെലോസിറ്റി ഗ്രേഡിയന്റ് ഗ്രാഫിൽ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ റെപ്രസെന്റേഷൻ ഈ കാണിച്ചിരിക്കുന്നതാണ്. ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? മ്യൂ. മ്യൂ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. മ്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ റെപ്രസെന്റേഷൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഷിയർ സ്ട്രെസ് വേഴ്സസ് വെലോസിറ്റി ഗ്രേഡിയന്റിന്റെ ഗ്രാഫിൽ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ റെപ്രസെന്റേഷൻ എന്തായിരിക്കും? ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മ്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് വേറൊരു കാര്യം ഇവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും എക്സാമ്പിൾസ്, ഓരോ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾസ് തന്നിട്ട് നമുക്ക് അത് ഏത് ടൈപ്പ് ആണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഓർത്ത് വെക്കണം. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ വാട്ടർ, എയർ, മെർക്കുറി, ഈഥൈൽ ആൽക്കഹോൾ, ഗ്ലിസറിൻ, ഓയിൽ, ഇതൊക്കെ എന്താണ്? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിന്റെ എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ? വാട്ടർ, എയർ, മെർക്കുറി, ഗ്ലിസറിൻ, ഈഥൈൽ ആൽക്കഹോൾ, ഓയിൽ, ഇതൊക്കെ എന്താണ്? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യാത്ത അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് അല്ലാത്ത എല്ലാ ഫ്ലൂയിഡ്സിനെയും നമ്മൾ പറയുന്നതാണെന്ത്? നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. അതായത് ഷിയർ ഫോഴ്സ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിലെ ഷിയർ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ്. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ കേസിൽ എന്താണ്? ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. അങ്ങനെയുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിനെയാണ് നമ്മൾ റിയോളജി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ടേം ഓർത്ത് വെക്കുക. സ്റ്റഡി ഓഫ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ഈസ് കോൾഡ് റിയോളജി. ഓക്കെ, ഇനി ഈ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിനെ നമുക്ക് രണ്ട് ടൈപ്പായിട്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ തന്നെ 5 ഫ്ലൂയിഡ്സ് നമ്മൾ മനസ്സിലാക്കി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ടൈം ഇൻഡിപെൻഡന്റ് ഫ്ലൂയിഡ്, മറ്റേത് ടൈം ഡിപ്പെൻഡന്റ് ഫ്ലൂയിഡ്. അതായത് ടൈം ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം അണ്ടർ ഷിയർ. നമ്മൾ ഷിയർ സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡ്യൂറേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ടൈപ്പ് ഫ്ലൂയിഡ്. ടൈം ഓഫ് ഷിയർ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ടൈം ഓഫ് ഷിയർ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ ടൈം ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ടൈം ഡിപ്പെൻഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡന്റ് അപ്പോൺ ഡ്യൂറേഷൻ ഓഫ് ഷിയർ. അതായത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ്, അതായത് ഷിയർ സ്ട്രെസ് കൊടുക്കുന്ന ഡ്യൂറേഷൻ, ടൈം ഡ്യൂറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഷിയർ സ്ട്രെസ്സിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിസ്കോസിറ്റി ചേഞ്ച് ഉണ്ടാവുന്ന ടൈപ്പ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ ടൈം ഡിപ്പെൻഡന്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആദ്യം നമ്മൾ പറയുന്ന ടൈം ഇൻഡിപെൻഡന്റ് ഫ്ലൂയിഡ്സിനെ പറ്റിയാണ്. അതിൽ വരുന്ന ഒരു ഫ്ലൂയിഡാണ് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബിംഗം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ടൈം ഇൻഡിപെൻഡന്റ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ആണ്. ഇനി ഈ ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡിന്റെ കേസിൽ ഈ ജനറൽ ഇക്വേഷനിൽ എന്നിന്റെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ τ0 ആയിരിക്കും. τ0, അതായത് അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എന്നിന്റെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ τ0. അപ്പോൾ നമുക്ക് എഴുതാം ഷിയർ സ്ട്രെസ് τ ഈസ് ഈക്വൽ τ0 പ്ലസ് മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. എയുടെ വാല്യൂ മ്യൂ ആയിരിക്കും. ഓക്കെ, മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ τ0 എന്ന് പറഞ്ഞ ആ ഒരു ഇനീഷ്യൽ ഷിയർ സ്ട്രെസ് കൊടുത്താൽ മാത്രമേ ആ ഒരു ഇനീഷ്യൽ ഷിയർ സ്ട്രെസ് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും എന്തുണ്ടാവും? ഒരു ഇനീഷ്യൽ ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ഇനീഷ്യൽ
ഷിയർ സ്ട്രെസ്. ഇതാണ് ആ ഷിയർ സ്ട്രെസ്, ഈൽഡ് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ത്രഷോൾഡ് ഷിയർ സ്ട്രെസ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ, ഈ ഐഡിയൽ പ്ലാസ്റ്റിക്കിന്റെ ഫ്ലൂയിഡിന്റെ കേസിൽ a definite yield stress and a constant linear relation between shear stress developed and rate of deformation. അതായത് ഫ്ലൂയിഡ്, അത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്ലൂയിഡ് ഒരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ് കൊടുത്ത് ഒരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ്സിന് ശേഷം മാത്രമേ ഫ്ലൂയിഡ് എന്ത് ചെയ്യുള്ളൂ, ഫ്ലോ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഫ്ലൂയിഡിന് ഡീഫോർമേഷൻ സംഭവിക്കുള്ളൂ. അതായത് നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് ഒക്കെ കണ്ടില്ലേ, ടൂത്ത് പേസ്റ്റ് നമ്മൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ, മുടി തുറന്ന് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാലും ക്യാപ്പ് തുറന്ന് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാലും എന്ത് സംഭവിക്കില്ല, ഫ്ലൂയിഡ് ടൂത്ത് പേസ്റ്റ് താഴേക്ക് പോവില്ല. നമ്മൾ ഒരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ് കൊടുക്കണം. അങ്ങനെ നമ്മളൊരു ഇനീഷ്യൽ ഒരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ്സിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അത് എന്ത് ചെയ്യാൻ തുടങ്ങും, ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അത് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ആ ഒരു ഇനീഷ്യൽ ഷിയർ സ്ട്രെസ്സിന് ശേഷം ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഈൽഡ് സ്ട്രെസ് എത്തുന്നവരെ എന്തുണ്ടാവില്ല, ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടാവില്ല. അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഐഡിയൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ബിംഗം പ്ലാസ്റ്റിക്കിന്റെ കേസിൽ അതിനുശേഷം എന്തായിരിക്കും, വിസ്കോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വിസ്കോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ ഒരു മിനിമം എമൗണ്ട് അല്ലെങ്കിൽ ഒരു ത്രഷോൾഡ് ഷിയർ സ്ട്രെസ്സിന് ശേഷം മാത്രമാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുക, അല്ലെങ്കിൽ ഫ്ലൂയിഡിന് ഡീഫോർമേഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബിംഗം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ടൂത്ത് പേസ്റ്റ്, ജെല്ലി, നമ്മൾക്കറിയാം ചോക്ലേറ്റ്, അതുപോലെ തന്നെ ചില സ്ലറീസ്. ഇതൊക്കെ എന്താണ്, ഇനീഷ്യലി നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ, ഇനീഷ്യലി നമ്മളൊരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞ് ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഫ്ലോ ചെയ്യുന്നുള്ളൂ. ടൂത്ത് പേസ്റ്റ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ കാണാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബിംഗം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന്. ഇനി നെക്സ്റ്റ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഇതും ഒരു ടൈം ഇൻഡിപെൻഡന്റ് ഫ്ലൂയിഡ് ആണ്. സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് വെലോസിറ്റി ഗ്രേഡിയന്റ്. ഇതിന്റെ കേസിൽ ഈ വെലോസിറ്റി ഗ്രേഡിയന്റിന്റെ ഇൻഡെക്സ് എന്നിന്റെ വാല്യൂ ലെസ് ദാൻ 1ഉം ബിയുടെ വാല്യൂ 0 ആയിരിക്കും. ബിയുടെ വാല്യൂ 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജനറൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du ബൈ dy റൈസ് ടു n where n ലെസ് ദാൻ 1. n ലെസ് ദാൻ 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, നമ്മുടെ വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കർവാണ് വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ കർവിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഡിക്രീസ് ചെയ്ത്. അതായത് വെലോസിറ്റി ഗ്രേഡിയന്റ്, അതായത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി 0 ആയിരിക്കും. അത് നമ്മൾ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കുറഞ്ഞു വരും. അതായത് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്ത് വരുന്ന ടൈപ്പ് ഫ്ലൂയിഡ് ആണ് എന്ത്, സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് പറയും, ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്ന് പറയും. അതായത് ഷിയർ സ്ട്രെസ് എന്താ സംഭവിക്കുന്നത്, ആ റേറ്റ് കുറഞ്ഞു വരുവാണ്. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റി കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ എന്ത്, ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്ന് പറയും. നമ്മൾ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്ത് ആ റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഇതിന്റെ ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി കുറഞ്ഞു വരും. ഫ്ലൂയിഡ് വേഗം ഫ്ലോ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ബ്ലഡ് ഒക്കെ കണ്ടില്ലേ, ഇനീഷ്യലി ഉള്ള തിക്നെസ് അല്ലെ ഇനീഷ്യലി ഉള്ള റെസിസ്റ്റൻസ് കുറച്ച് സമയം കഴിയുമ്പോൾ ഉണ്ടാവില്ല. അതെന്ത് ചെയ്യും, കുറച്ചും കൂടെ വിസ്കോസിറ്റി കുറഞ്ഞിട്ട് പെട്ടെന്ന് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ബ്ലഡ്, മിൽക്ക്, പെയിന്റ്, പേപ്പർ പൾപ്പ്. നമ്മൾ പെയിന്റ് ഒക്കെ കണ്ടിട്ടില്ലേ, കുറച്ച് സമയം ഇത് കൊടുത്തു കഴിയുമ്പോൾ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മളത് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിന്റെ വിസ്കോസിറ്റി കുറഞ്ഞു വരും. ഇനീഷ്യലി ഉള്ള ആ വിസ്കോസിറ്റി ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് ബ്ലഡ്, മിൽക്ക്, പെയിന്റ്, പേപ്പർ പൾപ്പ്, സിറപ്പ്, അതുപോലെ തന്നെ പോളിമർ സൊല്യൂഷൻ. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾസ് ആണ്, സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്സിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ
ഇവിടെ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വെക്കേണ്ടത് വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് വെലോസിറ്റി ഗ്രേഡിയന്റ്. അതുപോലെ തന്നെ അതുകൊണ്ട് അതിനെ എന്ത് പറയും? ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്ന് പറയും. ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്ന് പറയും. അതുപോലെ വേറൊരു കാര്യം, എന്നിന്റെ വാല്യൂ ലെസ് ദാൻ 1ഉം ബിയുടെ വാല്യൂ 0 ആയിരിക്കും. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം. n ലെസ് ദാൻ 1, വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻഡെക്സ് ലെസ് ദാൻ 1ഉം ബിയുടെ വാല്യൂ കോൺസ്റ്റന്റ് 0 ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾസ് ബ്ലഡ്, മിൽക്ക്, പെയിന്റ്, പേപ്പർ പൾപ്പ്, അതുപോലെയുള്ള ഫ്ലൂയിഡ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം. ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്നുള്ള ടേം ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് വെലോസിറ്റി ഗ്രേഡിയന്റ്. ഇനി നെക്സ്റ്റ് ഫ്ലൂയിഡ് ഡൈലാറ്റന്റ് ഫ്ലൂയിഡ്. ഇതും ടൈം ഇൻഡിപെൻഡന്റ് ഫ്ലൂയിഡിൽ വരുന്നതാണ്. അതായത് ഇവിടെ നേരെ ഓപ്പോസിറ്റ്, അതായത് സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലൂയിഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് വിസ്കോസിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് വെലോസിറ്റി ഗ്രേഡിയന്റ്. അതായത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. ഇവിടെ എന്നിന്റെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്, ബിയുടെ വാല്യൂ 0 ആണ്. ഈ ജനറൽ ഇക്വേഷനിൽ എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1ഉം ബിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അന്നേരം ഇക്വേഷൻ എങ്ങനെ കിട്ടും? ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du ബൈ dy റൈസ് ടു n വെർ n ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ ഈ ഗ്രാഫ് തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനീഷ്യലി സ്ലോപ്പ് കുറവാണ്, ഫൈനലി എന്താവും? സ്ലോപ്പ് കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ നമ്മൾ, അതായത് ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് കൂടുതൽ വിസ്കസ് ആവും. അതുകൊണ്ട് തന്നെ ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ് എന്ന് പറയും. ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്. ബട്ടർ, അതുപോലെ ക്വിക്സാൻഡ്, ഷുഗർ ഇൻ സാൾട്ട് സൊല്യൂഷൻ, സസ്പെൻഷൻ ആണ്. സസ്പെൻഷൻ ഓഫ് റൈസ് സ്റ്റാർച്ച്, ഇതൊക്കെ എന്താണ്? ഡൈലറ്റന്റ് ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഡൈലറ്റന്റ് ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്കോസിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് വെലോസിറ്റി ഗ്രേഡിയന്റ്. ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ് ആണ്. എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്, ബി ഈസ് ഈക്വൽ ടു 0. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടുന്ന് എപ്പോഴും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്തായിരിക്കും? ഇതിന്റെയൊക്കെ എക്സാമ്പിൾ ആണ്. ബട്ടർ ഡൈലറ്റന്റ് ഫ്ലൂയിഡ് ആണ്. ക്വിക്സാൻഡ്, അതുപോലെ തന്നെ ഷുഗർ ഇൻ സാൾട്ട് സൊല്യൂഷൻ, സസ്പെൻഷൻ ഓഫ് റൈസ് സ്റ്റാർച്ച്, ഇതൊക്കെ എന്താണ്? ഡൈലറ്റന്റ് ഫ്ലൂയിഡിന് എക്സാമ്പിൾസ് ഉണ്ട്. അതായത് നമ്മൾ കൂടുതൽ ഷിയർ സ്ട്രെസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് അത് തിക്കായിട്ട്, അല്ലെങ്കിൽ അതിന്റെ വിസ്കോസിറ്റി കൂടി വരും. കുറച്ചു നേരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അത് തിക്കായി വരും. അതുകൊണ്ട് തന്നെ ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ് എന്ന് പറയും. ഇനി ഇവിടെ നമുക്ക് ഈ രണ്ട് ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് വിസ്കോസിറ്റിയും ഷിയർ വെലോസിറ്റി ഗ്രേഡിയന്റും തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് ഡൈലറ്റന്റ് ഫ്ലൂയിഡിന്റെയും സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡിന്റെ കേസിൽ ഷിയർ തിന്നിങ് ആണ്. അതായത് ഷിയർ റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്ത് വരും. ഡൈലറ്റന്റ് ഫ്ലൂയിഡിന്റെ കേസിൽ ഷിയർ തിക്കനിങ് ആണ്. വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും? വിസ്കോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു റിലേഷനിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് രണ്ട് ഇമ്പോർട്ടന്റ് ടൈപ്പ് ഫ്ലൂയിഡ് ആണ് ടൈം ഡിപ്പെൻഡന്റ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അതിൽ വരുന്നതാണ് തിക്സോട്രോപിക് ഫ്ലൂയിഡും റിയോപാക്റ്റിക് ഫ്ലൂയിഡും. ആദ്യം തിക്സോട്രോപിക് ഫ്ലൂയിഡ്, അതായത് ഡൈനാമിക് വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ടൈം. അതായത് നമ്മൾ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. അതായത് ഇവിടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എത്ര ടൈം കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഷിയർ കൊടുക്കുന്ന ടൈമിനനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അതായത് റേറ്റ് ഓഫ് ടൈമിനനുസരിച്ചിട്ട് വിസ്കോസിറ്റി മാറുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ടൈം ഡിപ്പെൻഡന്റ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ. അതിൽ റേറ്റ് ഓഫ് ടൈമിനനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് തിക്സോട്രോപിക് ഫ്ലൂയിഡ്. അതിൽ തിക്സോട്രോപിക് ഫ്ലൂയിഡിലെ ഈ ജനറൽ ഇക്വേഷനിൽ ബിയുടെ വാല്യൂ നോൺ സീറോ ആയിരിക്കും, എന്നിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. നമ്മൾ ടൈം ഇൻഡിപെൻഡന്റ് പറയുമ്പോൾ സ്യൂഡോപ്ലാസ്റ്റിക്കിൽ ബിയുടെ വാല്യൂ 0, എന്നിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. ഇവിടെ ബിയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0, ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും ആ കോൺസ്റ്റന്റിന്.
ലെസ് ദാൻ 1 ആയിരിക്കും. അതും കൂടെ ഓർത്തോക്കണം. ജനറൽ ഇക്വേഷനിൽ ഈ ഒരു ബിയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0, ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ബി പ്ലസ് മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി റേസ് ടു എൻ വേർ എൻ ലെസ് ദാൻ 1. അങ്ങനെയാണെങ്കിൽ എന്താണ്, അത് ഒരു തിക്സോട്രോപിക് ഫ്ലൂയിഡ് ആണ്. അതായത് ഷിയറിന്റെ ടൈം ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് വിസ്കോസിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഇവിടെ ഷിയർ സ്ട്രെസ്സും ടൈമും ഉള്ള ഒരു ഗ്രാഫിൽ അത് തിക്സോട്രോപിക് റെപ്രസെന്റ് ചെയ്ത് നോക്കുക. നമ്മൾ ടൈം ഡ്യൂറേഷൻ കൂട്ടുന്നതനുസരിച്ച്, ഷിയർ അപ്ലൈ ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ കൂട്ടുന്നതനുസരിച്ചിട്ട് തിക്സോട്രോപിക് ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി, ഷിയർ സ്ട്രെസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുന്നു. അതായത് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്തു വരും, വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്തു വരും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പ്രിന്റർ ഇങ്ക്, ലിപ്സ്റ്റിക്. ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. അതായത് നമ്മൾ എത്ര സമയം കൂടുതൽ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് അതെന്ത് ചെയ്യും, അതിന്റെ വിസ്കോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, വിസ്കോസിറ്റി എത്ര സമയം ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ച് വിസ്കോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്ന ടൈപ്പ് ഫ്ലൂയിഡ് ആണ് എന്ത്, തിക്സോട്രോപിക് ഫ്ലൂയിഡ്. ഇനി നെക്സ്റ്റ് ഫ്ലൂയിഡ് ആണ് റിയോപാക്റ്റിക് ഫ്ലൂയിഡ്. റിയോപാക്റ്റിക് ഫ്ലൂയിഡ് അത് ടൈം ഡിപ്പെൻഡന്റ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. അതായത് ഇത് നേരെ ഓപ്പോസിറ്റ്, തിക്സോട്രോപിക്കിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് ടൈമിനനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഇവിടെ എന്താ സംഭവിക്കുക, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ ഇൻഡെക്സ് എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ജനറൽ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഈ താഴെ എഴുതിയ പോലെ ഇക്വേഷൻ കിട്ടും, കോൺസ്റ്റന്റ് പ്ലസ് മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ റേസ് ടു എൻ വേർ എൻ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഈ ഗ്രാഫിൽ നോക്കുക നിങ്ങൾ, ഈ റിയോപാക്റ്റിക്കിന്റെ കേസിൽ എങ്ങനെയാ ഉണ്ടാവുക, നമ്മുടെ ടൈം ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി കൂടി 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 വരും. ഓക്കെ, വിസ്കോസിറ്റി കൂടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ റിയോപാക്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ജിപ്സം സൊല്യൂഷൻ ഇൻ വാട്ടർ നമ്മൾ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കേസാണ് ജിപ്സം സൊല്യൂഷൻ. എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ റിയോപാക്റ്റിക് ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡിൽ പറഞ്ഞ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഐഡിയൽ ഫ്ലൂയിഡ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്തായിരിക്കും, ഇൻവിസിഡ് ഫ്ലൂയിഡ് ആയിരിക്കും, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കും. അതായത് മ്യൂ 0 ആയിരിക്കും, ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. അതൊരു ഇമാജിനറി ഫ്ലൂയിഡ് ആണ്. നെക്സ്റ്റ് റിയൽ ഫ്ലൂയിഡ്. റിയൽ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ നമ്മുടെ റിയൽ ലൈഫിൽ വിസ്കോസിറ്റി ഉള്ള എല്ലാ ഫ്ലൂയിഡിനെയും നമ്മൾ റിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഇനി ഈ റിയൽ ഫ്ലൂയിഡിനെ നമുക്ക് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൽ വരുന്നതാണ് എന്ത്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡ്സിനെയും നമുക്ക് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയാം. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ്സിനെ നമുക്ക് എന്ത് പറയാം, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയാം. ഈ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിന്റെ സ്റ്റഡിനെയാണ് നമ്മൾ റിയോളജി എന്ന് പറയുന്നത്. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിനെ തന്നെ നമുക്ക് ടൈം ഡിപ്പെൻഡന്റ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും ടൈം ഇൻഡിപെൻഡന്റ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടൈം ഡിപ്പെൻഡന്റിൽ വരുന്നതാണ് ഐഡിയൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ബിംഗം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്, അതുപോലെ തന്നെ സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്, പിന്നെ ഡൈലാറ്റന്റ് ഫ്ലൂയിഡ്. ഇതത്രയും ടൈം ഇൻഡിപെൻഡന്റ് ഫ്ലൂയിഡിൽ വരുന്നത്. ടൈം ഇൻഡിപെൻഡന്റ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ് സ്യൂഡോ പ്ലാസ്റ്റിക്, ബിംഗം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്, സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്, ഡൈലാറ്റന്റ് ഫ്ലൂയിഡ്. ഇനി ടൈം ഡിപ്പെൻഡന്റ്, ഷിയർ അപ്ലൈ ചെയ്യുന്ന ടൈം റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്ലൂയിഡ്സിൽ വരുന്നതാണ് തിക്സോട്രോപിക് ഫ്ലൂയിഡ്, റിയോപാക്റ്റിക് ഫ്ലൂയിഡ്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സും അതിന്റെ എക്സാമ്പിൾസും അതിന്റെ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യനിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിന്റെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിലെ നെക്സ്റ്റ് ടോപ്പിക്കുകൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.